പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷിക്കും. FIR ഉണ്ടോ, പ്രതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടിയില്ല. എന്റെ ചോദ്യം, FIR നമ്പർ ഉണ്ടോ? ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളം ഇത് പ്രചരിപ്പിച്ച മുൻ MLA പ്രതിയാക്കിയിട്ടുണ്ടോ? നമസ്കാരം. വടകരയിലെ വർഗീയ പരാമർശം സഭയിൽ ചർച്ചയായപ്പോൾ MLA മാത്യു കുഴൽനാടന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ കുഴങ്ങി മന്ത്രി MP രാജേഷ്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പകരം മറുപടി പറയാനുള്ള ചുമതല MP രാജേഷാണ് ഏറ്റെടുത്തിരുന്നത്. എന്നാൽ മാത്യു കുഴൽനാടന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉരുണ്ടു കളിക്കുകയായിരുന്നു മന്ത്രി. കേസിൽ FIR ഇട്ടിട്ടുണ്ടോ എന്ന മാത്യുവിന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല. തുടർന്ന് CR മഹേഷ് സംസാരിച്ചപ്പോൾ ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ മാത്രമാണ് FIR ഇട്ടിട്ടുണ്ട് എന്ന മറുപടി മന്ത്രി നൽകിയത്. എന്തായാലും മന്ത്രിയുടെ ആ പ്രകടനം ഒന്ന് കാണാം. സർ, ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ നിർത്താൻ പറയരുത്. ഇത് സിലബസിൽ നിന്നുള്ള ചോദ്യമുള്ളൂ. IPC 153A പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ്, ലാംഗ്വേജ് എക്സെട്ര. ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷലിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയറാണ്. അരി എത്രാന്ന് നോക്കിയാൽ പയറഞ്ഞായി മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ്? സർ, കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, 40-ലേറെ ദിവസം പ്രൊഫൈൽ പിക്ചറായി ഒരു മുൻ MLA CPM നേതാവ്, അതിൽ നിന്നാണ് 10,000-കണക്കിന് ഷെയറിംഗ് പോയത്. ഇനി അത് മാത്രം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടും പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷിക്കും. FIR ഉണ്ടോ, പ്രതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടിയില്ല. എന്റെ ചോദ്യം, FIR നമ്പർ ഉണ്ടോ? ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളം ഇത് പ്രചരിപ്പിച്ച മുൻ MLA പ്രതിയാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന് അങ്ങനെയാണെങ്കിൽ അതെ, അല്ല, ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത്. അത് പോലീസ് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്. സർ, മുഖ്യമന്ത്രിക്കെതിരായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടായപ്പോൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുത്തു, എത്രയോ പേർക്കെതിരായി കേസെടുത്തു. സർ, ഇത് പ്രതിയാക്കി. സർ, ഇതൊരു സാധാരണ വിഷയം മാത്രമല്ല, ഒരു സൈബർ കുറ്റമായി മാത്രം കാണാൻ പാടില്ല സർ. സർ, അതിനപ്പുറത്ത് നാട്ടിലൊരു വലിയ വർഗീയ ചേരിതിരിവും കലാപവും ഉണ്ടായതിനു ശേഷം സർ നടപടി എടുത്തിട്ട് കാര്യമില്ല സർ. സർ, ഇതിനകത്ത് വളരെ നിസ്സാരമായി സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നുവെന്ന് പൊതുജനം സംശയിക്കുകയാണ് സർ. സർ, ഇതിന് അടിയന്തരമായി ഇപ്പോഴും ഇവിടെ അവരംഗം ചോദിച്ചപ്പോൾ ഇപ്പോഴും FIR എടുത്തിട്ടില്ല സർ. സർ, ഇത് മനഃപൂർവ്വം ആരെയോ രക്ഷിക്കാനാണ് എന്ന് സംശയിക്കുകയാണ് സർ. FIR ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോ ഫയലിലുണ്ടായിരുന്നു, പക്ഷെ അത് വിട്ടുപോയതാണ്. FIR എടുത്തിട്ടുണ്ട് സർ. അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 410/2024 ഭാസ്കരൻ മാസ്റ്റർ പരാതിയിൽ FIR ഉണ്ട്. വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 411/2024 IUML പരാതിയിൽ FIR എടുത്തിട്ടുണ്ട്. അപ്പോൾ FIR ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ സാർ. ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് 36 മണിക്കൂറിലും പ്രൊഫൈൽ വിവരശേഖരണ നോട്ടീസിന് 72 മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം. എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത. ഇപ്പൊ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ എൻഫോഴ്സ്മെന്റ് പോർട്ടൽ വഴിയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകുന്നത്. കണ്ടന്റ് റിമൂവലിന് IT ആക്ട് സെക്ഷൻ 79(3)B പ്രകാരവും
പ്രൊഫൈൽ വിവരങ്ങൾക്ക് 91 CRPC പ്രകാരവുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ നോട്ടീസുകൾ പോലീസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസിന്റെ നേതൃത്വത്തിൽ ഈ വ്യാജ പ്രചരണത്തെ നേരിടാൻ കർശനമായ നടപടികളുണ്ടായി. ആ പ്രദേശത്ത് സമാധാന ഭംഗമുണ്ടാവാതിരിക്കാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ, സമാധാന യോഗം വിളിച്ചു ചേർക്കൽ, ആ നിലയിലുള്ള ശക്തവും സത്വരവുമായിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രചരണങ്ങളെല്ലാം നടത്തിയിട്ടും അവിടെ സമാധാന അന്തരീക്ഷത്തിന് ഒരു കോട്ടവും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതും കേരള പോലീസിന്റെയും സർക്കാരിന്റെയും മികവാണ് സർ.